Hey Nandini, hey, why are you look at me so seriously? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഞാനും താനും വിവേകും ആരതിയും ഒരുമിച്ച് ഒരു റിസോർട്ടിലേക്ക് പോയി. പക്ഷേ ഇവരൊക്കെ അവിടെ എങ്ങനെ വന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറിനൊന്നും മനസ്സിലാവില്ല സർ. അവിടെ എന്തൊക്കെയാ നടന്നത് സാറിന് അറിയോ? അവിടെ നടന്നതോ? അവിടെ നമ്മൾ റിസോർട്ടിൽ പോയി ആഘോഷിച്ചു. അതെ സർ, നമ്മൾ എല്ലാരും കൂടി റിസോർട്ടിൽ പോയി. സാർ മാത്രം ആഘോഷിച്ചു. അതവിടെ നടന്നത്. കൂടെ വന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ഓർമ്മയുണ്ടോ? ആ റിസോർട്ടിൽ വെച്ച് എന്നെ രണ്ടുപേരും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവരെന്നെ ബോധം കെടുത്തി റൂമിൽ പൂട്ടിയിട്ടു. അത് വല്ലതു സാർ അറിഞ്ഞോ? എപ്പോ? എന്നിട്ട് അവന്മാരെ താൻ എനിക്ക് കാണിച്ചു തരാത്തത് എന്താ? ഓ, സാർ പിന്നെ നല്ല ബോധത്തിലാണല്ലോ. ഇവിടുന്ന് റിസോർട്ടിലേക്ക് പുറപ്പെടുമ്പോ ഞാൻ സാറിനോട് പറഞ്ഞത് എന്താ? ഇതെല്ലാം കൂടി അവസാനം എന്റെ തലയിൽ വന്ന് വീഴുന്നല്ലേ. അവസാനം അത് തന്നെ സംഭവിച്ചു. സാറിന്റെ അമ്മയും ചേച്ചിയും അത്രയും ദൂരം വന്നിട്ടും കുറ്റം ചെയ്ത ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, എന്നെ. താൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ അവരോട് സംസാരിക്കട്ടെ? വേണ്ട. ഇനി അതിന് അവരുടെ മുൻപിൽ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അത് കഴിഞ്ഞിട്ട് സാറിന് നന്നായിട്ട് ഉറങ്ങാം. ഉറക്കം നഷ്ടപ്പെടുന്ന എനിക്കാ. വാ തുറന്ന എന്നെ മാത്ര ചീത്ത പറയുന്നത്. എന്റെ വീട്ടുകാരെ പറയില്ലേ? എന്റെ അനിയത്തിമാരെ പറയില്ലേ? അതൊക്കെ കേട്ട് നിൽക്കാൻ വലിയൊരു ബാധ്യത എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ദാ ഈ കഴുത്തി കിടക്കുന്നത്. വേണ്ട സാർ, ഇനി ഇതുപോലെ ഒരു കാര്യത്തിനും സാർ എന്നെ വിളിക്കണ്ട. സാറ് പറഞ്ഞാലും സാറിന്റെ അച്ഛൻ പറഞ്ഞാലും സാറിന്റെ കൂട്ടുകാരൻ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. സാറെന്തിനാ വെറുതെ ഇരിക്കുന്നേ? വാ, അലമാര നിറയെ കുപ്പികളുണ്ട്, എടുത്ത് കുടിക്ക്. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാലും സാറിന് കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സാറ് സുഖമായിട്ട് കിടന്നുറങ്ങ്. മിണ്ടി പോരുത് എന്നോട്. ഭാര്യ എന്ന പേരുണ്ട് എനിക്ക്. അതിന്റെ പേരിൽ ഒരു സംരക്ഷണവും ഞാൻ ചോദിച്ചിട്ടില്ല. അത് കരാറാണല്ലോ. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയില് കൂടെയുള്ള പെണ്ണിന് സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചത്തൂടെ നിങ്ങക്ക്. എന്താ ഇത്? ഇയാൾ ഇത്ര വയലന്റ് ആയിട്ട് പോകേണ്ട കാര്യം എന്താ? നാളെ ചോദിക്കാം. നാളെ ചോദിക്കണം. നാളെ ചോദിച്ചു തന്നെ കാര്യം. എനിക്ക് ഒന്ന് രണ്ടുപേരെ വിളിക്കാനുണ്ടായിരുന്നു. റിസോർട്ടിൽ നിന്ന് തിരിച്ചെത്തിയ നിമിഷം മുതൽ നിങ്ങൾ മൊത്തം ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. താൻ ഇതുവരെ അത് വിട്ടില്ലേ? അല്ല, നിങ്ങൾക്ക് ഇതെങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നേ? റിസോർട്ടിലേക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിച്ച മുതലല്ലേ അവിടെ പിന്നെ മറ്റ് അപകടം ഒന്നും സംഭവിക്കാതിരുന്നത്? അല്ല, പറയ് പത്മ പ്ലീസ്. സംസാരിക്കാനുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ശരി, ഇന്ന് നമ്മൾ ചെന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൾക്ക് അവിടെ വെച്ച് എന്തേലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകനും ആരെ വിരൽ ചൂണ്ടുമായിരുന്നു? എന്നെയല്ലേ? അല്ല, ഇതിനു മുമ്പ് സംഭവിച്ചത് അങ്ങനെ തന്നെയല്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഇവളാരാ? എവിടെ ചെന്നിറങ്ങിയാലും ആളുകൾ തട്ടിക്കൊണ്ടുപോകാനും കടത്തിക്കൊണ്ടുപോകാനും ഒക്കെ. അല്ല, അതിന് മാത്രമുള്ള എന്ത് പ്രത്യേകത അവക്കുള്ള? ഇനിയിപ്പോ അവൾ ഏതെങ്കിലും കൊട്ടാരത്തിലെ മഹാറാണിയാ? ഓ, നിത്യ ചെലവിന് വകയില്ലാത്ത ഒരുത്തന്റെ മോളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കൂ? അങ്ങനെ സംഭവിച്ചല്ലോ. സംഭവിച്ചു. എപ്പോഴൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മുമ്പേ ഈ വീട്ടിൽ കുറെ കള്ളന്മാര് വന്നു ആഭരണവും പണവും ഒക്കെ മോഷ്ടിച്ചു. അന്ന് അവള് മാത്രമേ ഈ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാര്യം ചോദിച്ചപ്പോ അയ്യോ അവക്കൊന്നും അറിയില്ല. എന്നിട്ട് അവള് വീട് വിട്ട് ഇറങ്ങിപ്പോയി. അവളെ
വേറെ ആരോ അപ്പൊ തന്നെ തട്ടിക്കൊണ്ടുപോയി. കൊണ്ടുവന്നിട്ടത് എന്റെ കാറിന്റെ ഡിക്കിയിൽ. ഇന്ന് നമ്മൾ അവളെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ദേ ഇന്നും അത് എന്നെ സംഭവിക്കുമായിരുന്നു. ഒന്നുകില് എന്റെ കാറിലോ ഓഫീസിലോ, അല്ലെങ്കിൽ ദേ ഈ ബെഡ്റൂമില് അവളെ എവിടെ കൊണ്ടൊന്ന് പൂട്ടി കെട്ടിക്കൊണ്ട് ഇടുമായിരുന്നു. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. വെറും പാവമെന്ന് നിങ്ങൾ കരുതുന്ന അവളുടെ ആവശ്യം സൂര്യയും എന്നെയും തമ്മിലടിപ്പിക്കാന്ന്. അതിനു വേണ്ട കൂട്ടാളികളൊക്കെ അവക്കുണ്ട്. അവരെ കൊണ്ട് അവള് ബോധപൂർവം ചെയ്യിക്കുന്നതാ ഇതൊക്കെ. എടോ, ജയിക്കാൻ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അതിന് കുറച്ച് മാന്യതയൊക്കെ വേണം. താൻ പറയുന്നത് കേട്ട അവളേതോ കൊള്ളക്കാരിയാണെന്നൊക്കെ തോന്നുമല്ലോ. അതെ, കൊള്ളക്കാരി തന്നെ. നിങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇപ്പൊ അവൾ ഉപയോഗിക്കുന്നത് ഈ കുടുംബം കൊള്ളയടിക്കാനാ. ഇവിടുന്ന് നഷ്ടപ്പെടുന്ന പണമായാലും സ്വർണ്ണമായാലും അതൊക്കെ അവളുടെ വീട്ടിൽ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതിനുള്ള നാടകങ്ങളാ അവൾ ഇവിടെ കളിച്ചു കൂട്ടുന്നത്. ഇത്തരത്തിലാണ് തന്റെ ചിന്തയെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. എനിക്ക് ഉറങ്ങണം. നിങ്ങൾ ഉറങ്ങിക്കോ, പക്ഷേ ഇനി സൂര്യമായിട്ട് വീട് വിട്ട് അവൾ ഇവിടുന്ന് പുറത്തേക്ക് പോരുത്. അതെനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നന്ദിനി അവന്റെ ഭാര്യ. അവൻ ഇഷ്ടമുള്ള അടുത്ത് അവൻ അവളെ കൊണ്ടുപോകും. അതെ, അവന് ഇഷ്ടമുള്ള സ്ഥലത്ത് അവളെ കൊണ്ടുപോവാം. നിങ്ങൾ കൊണ്ടുപോവാൻ പറയുന്ന എല്ലാ സ്ഥലത്തും അവൻ അവളെയും കൊണ്ടുപോകും. അല്ല, സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ മകൻ എന്നോട് വാശി തീർക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ അക്കൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ കണക്കുകൂടി എന്നോട് തീർക്കുന്നുണ്ട്. പത്മ, മതി, നിർത്ത്. ഇതുകൂടിയേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് പറയാൻ ബാക്കി. എനിക്ക് തന്നോട് ഒരിക്കലും ഒരു കോംപ്ലക്സും തോന്നിയിട്ടില്ല. കുടുംബജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണമെന്ന് നന്നായിട്ട് അറിയുന്നവനാ ഞാൻ. ഈ നിമിഷം വരെ ഞാനിത് പാലിച്ചിട്ടുമുണ്ട്. തൻ്റെ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ, അതുവരെ ഞാൻ ഹാളിൽ ഇരിക്കാം. അതാ നല്ലത്. ഏയ്, നന്ദിനി, 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 നന്ദിനി. എന്താ? അയ്യോ, താൻ ടെൻഷൻ ആവണ്ട. ഞാൻ വേറൊരു ഉദ്ദേശത്തോടു കൂടി തൊട്ടതല്ല. തന്നെ ഞാൻ കുറെ വിളിച്ചു. കുറെ നേരമായിട്ട് എഴുന്നേക്കാതായപ്പോ. എന്തിനാ വിളിച്ചേ? എനിക്ക് വിശക്കുന്നു. അതിന് ഞാനെന്ത് വേണം? എടോ, താനെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയതാ. എനിക്ക് സൗകര്യമില്ല. എടോ, സൗകര്യമില്ലെന്നോ? അങ്ങനെയൊക്കെ എങ്ങനെയാണോ എനിക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പറയാറുള്ളത് പോലെ ഈ വീട്ടിലെ മഹാറാണി. അപ്പൊ ഞാൻ എന്തിനാ അടുക്കള പണിയെടുക്കുന്നേ? നിങ്ങളുടെ അമ്മ അടുക്കളയിൽ കയറാറുണ്ടോ? സഹോദരിമാര് കയറാറുണ്ടോ? പിന്നെ ഞാൻ മാത്രം എന്തിനാ കയറുന്നേ? എടോ, എന്തിനാടോ തനിക്ക് ഇത്രയും ദേഷ്യം? ഓക്കെ, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ കിടന്നോ. വിശന്ന് കിടന്നാ എനിക്ക് ഉറക്കം വരാത്തോണ്ടാ. വിശപ്പ് അറിയണം സർ. വിശക്കുന്നവരുടെ മനസ്സ് സാർ എപ്പോഴെങ്കിലും അറിയണം. അതൊന്നും അറിയാതെ പോയതുകൊണ്ടാ ഇത്രയ്ക്കും വഷളായത്. റിസോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും സാറിന് ഓർമ്മയുണ്ടോ? ഉണ്ടോ?